അതാണ് എനിക്ക് നമ്മൾ ഇത് വിളിക്കുമ്പോഴത്തേനൊക്കെ ഒരു ശരം കുടച്ചിലൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആത്മാവായിട്ട് ടച്ച് ആകുന്ന ഈ വരുന്ന ആ ആത്മാക്കൾ എനർജി നമ്മുടെ ആത്മാവായിട്ട് ടച്ച് ആകുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഇപ്പം എൻ്റെ ആ ദേശമാണ് വിളിക്കുന്നതെന്ന് വെച്ചു, എൻ്റെ ദേശമാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ ആ ദേശത്ത് അധിപന്മാരുണ്ട്, അവരെ കൂട്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ അവരെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിപ്പം ഒരു ചെറിയ രീതിയിൽ വിളിച്ച് കേൾപ്പിക്കാൻ ഞാൻ, കാരണം നല്ല ചാറ്റുവിളി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒന്നരീപ്പറമ്പിത്തേവമ്മകാട്ടുകാവിലമ്മ കൊച്ചമ്പലത്തിൽ യക്ഷിയമ്മ കല്ലിക്കാട്ട് നിരപ്പേനെഴുതി യക്ഷിങ്കരങ്ങളും ഗർഭഭേദം തന്നിക്ക വല്ലച്ചനും കൊട്ടകച്ചോതി മുത്തനറുകളെയും മുത്തനും പണ്ടാരം മുത്തിത്തള്ളമാരും കൈക്കോളെ വല്ലം പ്രാരം മുരിങ്ങത്തോടെ തമ്പ്രാക്കന്മാർ യക്ഷിയമ്മയും മുളിച്ചിറ വല്ലം വെച്ച് വന്തിയോട് വന്തി ഇണങ്ങിനിക്കാൻ നേരമായല്ലോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷൈബു സാറാണ്. സാറിൻ്റെ സ്ഥലം ഏറ്റുമാനൂരാണ്. നേരത്തെ വീഡിയോ ചെയ്തിട്ട് അത് ഒരുപാട് പേരിലേക്ക് എത്തുകയും അത് എനിക്കൊന്ന് നല്ല റെസ്പോൺസാണ് വന്നത്. ഒരുപാട് പേര് വിളിച്ച് പരിഹാരങ്ങൾ ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്, ഇതിനെ എത്രയും അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ പറ്റും, അങ്ങനെയൊക്കെ ചോദിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലയളവ് മൊത്തം ഇതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു അല്ലേ? അപ്പം നമുക്കത് മനസ്സിലാകുന്ന വെച്ചാൽ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കിട്ടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം അല്ലേ? അല്ലെ ഏതെങ്കിലും രീതിയിൽ അത് അവർ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ടൈം എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് പലർക്കും ആ ക്ഷമ കിട്ടാറില്ല. വെച്ചാൽ അവരുടെ നീണ്ട കാലത്തെ പ്രശ്നങ്ങളാണ് അവർക്ക് പെട്ടെന്ന് പരിഹാരം വേണ്ടത്. അപ്പം ആ പരിഹാരം എന്ന് പറയുന്നത് താങ്കൾ ചെയ്യുന്ന മന്ത്രവാദമാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ യോഗ ചെയ്യുന്ന വ്യക്തിയാണ്, കളരി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വൈദ്യം, പിന്നെ വാസ്തു നോക്കുന്നുണ്ട്, പിന്നെ മന്ത്രവാദമാണ് പ്രധാനമായിട്ട് ചെയ്തു പോരുന്നത്. മന്ത്രവാദം എന്ന് പറയുമ്പോൾ കത്തനാരച്ഛൻ്റെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് അല്ലേ പാരമ്പര്യമായ ഒരു സേവ ചെയ്തു പോരുന്നു. ഒരുപാട് പേർക്ക് അതിലൂടെ പരിഹാരം നിർദ്ദേശിക്കുകയും അല്ലെ പരിഹാരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ശരിക്കും ഇപ്പോൾ വരുന്ന ചോദ്യം മനസ്സിൽ എന്ന് വെച്ചാൽ എനിക്കൊന്ന് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നാന്ന് തോന്നുന്നു, എന്താണ് ഈ മന്ത്രവാദം, അല്ലെങ്കിൽ ആരാണ് മന്ത്രവാദി എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ആദ്യം കേൾക്കാം. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മന്ത്രവാദം എന്ന് പറയുന്നത് ഒരു കലയാണ്. 64 കലയിൽ ഒരു കലയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പം അതിന് അത്രയേ ഉള്ളൂ. പിന്നെ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ, മന്ത്രവാദി എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളെ ഉച്ചരിക്കുന്ന ആരോ, അതാരും ഉച്ചരിച്ചാലും അത് മന്ത്രവാദം. പക്ഷെ നമ്മൾ ഒരുപാട് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്, അത് മന്ത്രവാദമാവോ? അങ്ങനെയല്ല, മന്ത്രങ്ങൾ ഏത് മന്ത്രങ്ങൾ ആരുച്ചരിച്ചാലും, ആരുച്ചരിക്കുന്നു അല്ലെങ്കിൽ ആര് വീണ്ടും വീണ്ടും അത് ഉച്ചരിക്കുന്നു, അത് മന്ത്രവാദം. പക്ഷെ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അങ്ങനെയാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കല എന്ന് പറയുന്നത് ഈ നമ്മൾ മന്ത്രങ്ങൾ കൊണ്ടല്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞായിരുന്നു, ദ്രാവിഡ ജ്യോതിഷമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദ്രാവിഡ ജ്യോതിഷമാണ് ദ്രാവിഡ മാന്ത്രികമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് അത് വേറെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സംഭവമാണ്. അതായത് ഞാൻ ചെയ്യുന്നത് മന്ത്രങ്ങളല്ല, ചാറ്റുവിളിയാണ്. ചാറ്റുവിളി എന്ന് പറഞ്ഞാൽ മന്ത്രവാദ ചാറ്റുകൾ എന്ന് പറഞ്ഞാൽ ചാറ്റുവിളിയുണ്ട്. അപ്പോൾ അങ്ങനെ ചാറ്റ് വിളിച്ചാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചാറ്റിലൂടെ നമ്മൾ മൂർത്തികളെ വിളിച്ചു വരുത്തുക. മൂർത്തികളെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടതായിട്ടുള്ള പൂജകൾ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക. അവരെ സന്തോഷിപ്പിച്ച് അവരിൽ നിന്ന് നമ്മൾ ഇവരുടെ കാര്യം നടത്തിയെടുക്കുക. അതായത് അവർക്കുള്ള പൂജകൾ നമ്മൾ ചെയ്തിട്ട് ആ പൂജയിലൂടെ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇവരുടെ കാര്യം നടത്തി കൊടുക്കാൻ പറയും. ചാറ്റുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്രവാദ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചൊല്ലാണ്, വായ്മൊഴിയാണ്. അത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് ഒരു മന്ത്രവാദ ചാറ്റ് എന്ന് പറയും. അല്ലാതെ എഴുതി പഠിച്ചെടുക്കുന്നതല്ല, അത് വായ്മൊഴിയാണ്. വായ്മൊഴികളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, മന്ത്രവാദം തന്നെയല്ല. കാരണം പുസ്തകങ്ങളിൽ എഴുതിപ്പെട്ടിരിക്കുന്നതൊക്കെ കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ തെറ്റാണ്. പക്ഷേ വായ്മൊഴികളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് വരുന്നത്, അതിന് തെറ്റില്ല, അതിനകത്ത് കലർപ്പില്ല, എല്ലാം അത് ഒറിജിനലാണ്. അതിങ്ങനെ പാരമ്പര്യമായിട്ട് തലമുറകൾ കൈമാറി വരുന്നതാണ് മന്ത്രവാദ ചാറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ മൂർത്തികളെ വിളിക്കേണ്ടതിന് ഓരോ രീതികളുണ്ട്. ആ രീതിയിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. ഈ ദ്രാവിഡ രീതി എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് തമിഴ് കലർന്ന മലയാളവും
അല്ല, തമിഴാണ് ശരിക്കും പറഞ്ഞത്. തമിഴാണ്, നമ്മളെല്ലാവരും തമിഴരാണ്. അതായത് നമ്മളെല്ലാവരും തമിഴരാണെന്ന് പറയാനുള്ള കാരണം തന്നെ നമുക്ക് ഇപ്പം ഈ കേരളത്തിലുള്ള സ്ഥലങ്ങളുടെ പേര് തന്നെ നോക്കിയാൽ മതി. സ്ഥലങ്ങളുടെ പേര് തന്നെ നോക്കിയാൽ ഇപ്പം കണ്ണൂർ, തൃശ്ശൂർ, ആയൂർ, ഓയൂർ, കൊങ്ങാണ്ടൂർ, ചെറുവാണ്ടൂർ, അങ്ങനെ ഒരുപാട് ഊരുകൾ ഒത്തിരി ഉണ്ട്. ഞാൻ ഒരുപാട് ഊരുകൾ. ഊരെന്ന് പറയുന്ന വാക്ക് തമിഴാണ്. ഊരെന്ന് പറഞ്ഞ നാടെന്നാണ്. ഒരു നാടിനെ വിളിക്കുന്ന പേരാണ് ഊര് എന്ന്. അപ്പം അത് ഇന്ന ഊര്. അപ്പം ഏറ്റുമാനൂർ, തൃശ്ശൂർ, കണ്ണൂർ, ഇങ്ങനെയുള്ള ഊര് വരാനുള്ള കാരണം തന്നെ നമ്മളെല്ലാവരും തമിഴരാണ്. തമിഴായിരുന്നു നമ്മുടെ പൂർവികർ, ദ്രാവിഡന്മാരെല്ലാവരും തമിഴരാണ്. അപ്പം ആ തമിഴ് മൊഴിയിൽ നിന്നാണ് ഇതെല്ലാ ഭാഷകളും മാറി വന്നിരിക്കുന്നതെന്ന് വേണം ശരിക്കും പറയാൻ പറ്റും. കാരണം അത് പുറകോട്ട് അന്വേഷിച്ച് കഴിയുമ്പോഴത്തേനും അറിയാം. നമുക്ക് തമിഴ് കലർന്ന മലയാളം പോലും ഇപ്പോൾ തമിഴും കൂടെ കൂട്ടിച്ചേർന്നുള്ളൊരു ഒരു ഭാഷയാണ് മലയാളം എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ ഊര് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്നത് തമിഴാണെന്നുള്ളതിന് തെളിവാണ്. ഈ സ്ഥലങ്ങളുടെ പേര് ഒരിക്കലും മാറില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. എത്ര വർഷം കഴിഞ്ഞാലും സ്ഥലങ്ങളുടെ പേര് മാറില്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു ഭാഗം. അപ്പം അതുകൊണ്ട് ഈ ചാറ്റുവിളിയിലൂടെ വരുന്ന തമിഴ് പദങ്ങളൊക്കെ ഏന്, എനക്ക്, അങ്ങനെയൊക്കെ ഉള്ളൊരു വിളികളൊക്കെയാണ് വരുന്നത്. അപ്പം കൂടുതൽ വിളികൾ വരുന്നത്. അപ്പോൾ അത് കൈമാറി ഇങ്ങനെ പോരുന്ന. അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ തന്നെ വിളിക്കണം. ആ രീതിയിൽ അങ്ങനെ ഒരു ട്യൂണിൽ അങ്ങനെ വിളിച്ചാലേ ഈ അവർ വരുവുള്ളൂ, നമ്മളുടെ അടുത്ത് പ്രീതിപ്പെടുത്തുള്ളൂ. വന്ന് നമ്മുടെ അടുത്ത് വരും. നമ്മൾ ഈ സേവിക്കുന്ന ഏത് സേവാമൂർത്തിയും ആ സേവാമൂർത്തികൾ നമ്മൾ വിളിക്കുന്ന അടുത്ത് നമുക്ക് എവിടെ നിന്ന് വിളിച്ചാൽ, അത് ഇന്നടുത്ത് പോയി നിന്ന് വിളിച്ചാൽ മാത്രമേ വരത്തുള്ളൂ എന്നൊന്നുമില്ല. എവിടെ നിന്ന് വിളിച്ചാൽ, ഏത് കാട്ടിൽ നിന്ന്, ഏത് മലയുടെ മണ്ടയ്ക്ക് നിന്ന് വിളിച്ചാലും, ഏത് നടുക്കടലിൻ്റെ നടുവിൽ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നതാണ്. പക്ഷെ കത്തനാറിന്റെ പള്ളിയിൽ എനിക്ക് സുറിയാനി ഭാഷ ഉപയോഗിച്ചിരുന്നു തോന്നല്ലേ? അതിനകത്ത് കുറച്ച് സുറിയാനി ഭാഷകൾ ഉപയോഗിച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ചൊല്ലൊക്കെ ഞാനും ചൊല്ലുന്നതാണ് അവസാന ഭാഗത്തൊക്കെ. അതായത് കർമ്മത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ സുറിയാനിൽ ഒരു ചെറിയ ചൊല്ലുണ്ട്. ഒരുപാട് ചൊല്ലുകളുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അച്ഛൻ പോയി പഠിച്ച് നമ്മുടെ മൂപ്പൻ്റെ അടുത്തു നിന്നുള്ളതല്ല. കാരണം മൂപ്പന് സുറിയാനി ഭാഷയൊന്നും അറിയില്ലല്ലോ. അപ്പം അച്ഛൻ്റെ ഗുരുനാഥൻ്റെ ഒരു ഭാഷയല്ല അത്. അത് ഈ കടമറ്റത്ത് ഈ പൗലോസ് അച്ഛൻ പോയതിന് ശേഷം, കാരണം പൗലോസ് അച്ഛനും ഈ പറയുന്നത് സുറിയാനി ഭാഷയൊന്നും വലിയ ഉള്ള അറിയത്തൊന്നുമില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ പഠിപ്പിച്ചെങ്കിലേ ഉള്ളൂ. അപ്പം പിന്നീട് വന്ന അച്ഛന്മാർ, ഒരുപാട് അച്ഛന്മാർ ഈ കാര്യങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഒരുപാട് പേര് കൈകാര്യം ചെയ്തു തന്നെയാണ് പോരുന്നത്, ഒരുപാട് അച്ഛന്മാർ. അപ്പോൾ ആ അച്ഛന്മാരുടെ ഭാഗത്തു നിന്നാണ് ഈ സുറിയാനി മന്ത്രങ്ങളല്ല, പ്രാർത്ഥനകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ, കടമറ്റം വിളിക്കുന്ന ഒരുപാട് സുറിയാനി പ്രാർത്ഥന ചൊല്ലുകളുണ്ട്. അങ്ങനെയാണ് ആ അച്ഛൻ്റെ ആ ഒരു ഭാഗം സുറിയാനി വന്നത്. അത് വെളിരാജ്യത്തു നിന്ന് വന്നതാണ്. വന്ന അച്ഛന്മാർ ഇവിടെ അവിടെ വികാരിയായിട്ട് ഇരുന്ന കുറേ അച്ഛന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതായത് ഇങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് മന്ത്രവാദം ചെയ്യുന്നു എന്നുള്ളതല്ല. ഇങ്ങനെ ഈ ബാധാദോഷങ്ങളൊക്കെ വരുന്ന ഈ എന്താ പറയുക, പ്രേതബാധയൊക്കെ കൂടിയ ആളുകളൊക്കെ അവിടെ വരുമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ ഇന്നും അറിവില്ലാത്തവർ വരുന്നുണ്ട് അവിടെ. കടമറ്റത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഇപ്പോഴും അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോഴത്തേന് ഇപ്പോഴും അവിടെ പള്ളിയിൽ ചോദിക്കും, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്താണ് വഴിപാട്, അങ്ങനെയൊക്കെ ചോദിച്ചു ഇപ്പോഴും അവിടെ ഉള്ളവർ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ഒരുപാട് പേര്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഇരിക്കുമല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി വരുന്നവരുടെ കാര്യം കടമറ്റം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പോകാന്നുള്ളത്. അങ്ങനെയല്ല. ചാറ്റുവിളിയിൽ എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ മന്ത്രത്തിലൂടെ അവർ എങ്ങനെയാണ് അവരെ സന്തോഷിപ്പിക്കുന്നത്? അവരെ വിളിക്കുക നമ്മൾ. അതിപ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ മന്ത്രവാദം എന്ന് പറയുന്ന ഈ ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിലാണ് പോയി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ കടമറ്റത്ത് തന്നെ എന്ന് വെച്ചു, കടമറ്റത്ത് പോയി നിന്ന് നമ്മൾ കർമ്മം ചെയ്യണമെങ്കിൽ, ഈ പൂജയ്ക്ക് കർമ്മം എന്നാണ് പറയുന്നത്, ഈ ദ്രാവിഡ ഭാഷയിൽ കർമ്മം ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈ നമ്മൾ അവിടെ ചെന്നൊരു കർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് ദേശത്തിന് നമ്മൾ പൂജ ചെയ്യണം. ആ ദേശം, അത് നമ്മൾ എവിടെ ചെന്നാലും, ഏത് ദേശത്ത് ചെന്നാലും ദേശത്തിന് നമ്മൾ പൂജ ചെയ്യാതെ ഒരു പൂജയും എങ്ങും വിജയിക്കത്തില്ല. കാരണം ദേശത്തിന്
അധികാരികളുണ്ട്, ദേശത്തിന് അവിടെ അധികാരികളുണ്ട്. ആ അധികാരികൾക്ക് നമ്മൾ ആദ്യം കർമ്മം കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തി നിർത്തിയില്ല എങ്കിൽ പിന്നീട് നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന എത്ര വലിയ സേവാ പഠിത്തമുള്ളവനാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ വരുമായിരിക്കും, പക്ഷെ കാര്യങ്ങളൊന്നും വിജയിക്കില്ല. പള്ളി ഇരിക്കുന്ന ദേശമാണ്, പള്ളി ഇരിക്കുന്നത് കടമറ്റം ദേശം. കടമറ്റം അതെ അതെ, എറണാകുളത്തിനടുത്തുള്ള നമ്മുടെ കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. തൊടുപുഴയൊക്കെ അടുത്താണോ? അങ്ങനെയല്ല, നമ്മുടെ എറണാകുളത്തുനിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ കോലഞ്ചേരി കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമാണ് ഈ കടമറ്റം എന്ന് പറയുന്ന സ്ഥലം. അപ്പം നമ്മൾ അവിടെ ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യണം, അല്ലെ പാതാളത്തിലൊരു കർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് അച്ഛനെന്നല്ല, എവിടെ ഏത് ദേശത്ത് ഏത് നാട്ടിൽ നമ്മൾ പോയി ചെയ്താലും ആദ്യം ആ ദേശത്തുള്ള ആളുകളെ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവിടെ ആ ദേശത്ത്, ആ ദേശത്തുള്ള ആ അധികാരികൾ, അവരാണ് അതിൻ്റെ അവകാശികൾ, ആ ദേശത്തിൻ്റെ അവകാശികളാണ് അവർ. അങ്ങനെയുള്ളൊരു കുറച്ച് ആളുകളുണ്ട്, അവരെ പ്രീതിപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് മറ്റൊരു കർമ്മത്തിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തോറ്റുപോകും. ചെയ്തേച്ച് പോരാം, അത്രേ ഉള്ളൂ. തോറ്റുപോകുമെന്ന് പറഞ്ഞാൽ ഈ ദേശം കയറി തട്ടുക എന്ന് പറയും, ദേശം കയറി വിലങ്ങും. മറ്റൊരു മൂർത്തിയും അവിടെ വരില്ല, വരാൻ ഇവർ സമ്മതിക്കില്ല. കാരണം അവരുടെ അധികാരത്തിലുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം വിളിക്കുന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്താണ് നമ്മളൊരു പൂജ ചെയ്യുന്നത്. ഇപ്പോൾ കടമറ്റത്തച്ഛനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുവാണ്. കടമറ്റത്തച്ഛനും ആ സേവാമൂർത്തികളും അതിൻ്റെ ബാക്കിയുള്ള ഭാവത്തിലുള്ള നിൽക്കുന്ന എല്ലാ മൂർത്തികളും നമ്മളെ അടുത്ത് വരണമെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ, തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്യുന്ന ഏത് നാടാണോ ആ നാട്ടിലെ ആ ദേശത്തിന് നമ്മൾ കർമ്മം ചെയ്യാതെ അച്ഛനും പരിവാരവും ഒന്നും അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാൽ കർമ്മം അവർക്ക് കിട്ടില്ല, അതിന് ഇവർ സമ്മതിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഏത് നാട്ടിൽ പോലും നമ്മൾ ആ ദേശത്തിനുള്ള ഒരു പൂജ ചെയ്യണം. പൂജ ചെയ്ത് ആ ദേശം വിളിക്കണം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വിളിച്ചിണക്കുക എന്ന് പറഞ്ഞത്, ഇണക്കുക എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ കൂട്ടത്തിൽ ഇണക്കി നിർത്തുക. ഈ സേവാമൂർത്തികളൊക്കെ വിളിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഇണക്കി നിർത്തുക. അതാണ് എനിക്ക് നമ്മൾ ഈ ഇത് വിളിക്കുമ്പോഴത്തേനൊക്കെ ഒരു ശരം കുടച്ചിലൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ആത്മാവായിട്ട് ടച്ച് ആകുന്ന ഈ വരുന്ന ആ ആത്മാക്കൾ എനർജി നമ്മുടെ ആത്മാവായിട്ട് ടച്ച് ആകുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഇപ്പം എൻ്റെ ആ ദേശമാണ് വിളിക്കുന്നതെന്ന് വെച്ചു, എൻ്റെ ദേശമാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ ആ ദേശത്ത് അധിപന്മാരുണ്ട്, അവരെ കൂട്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ അവരെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിപ്പം ഒരു ചെറിയ രീതിയിൽ വിളിച്ച് കേൾപ്പിക്കാൻ ഞാൻ, കാരണം നല്ല ചാറ്റുവിളി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒന്നരീപ്പറമ്പിത്തേവമ്മകാട്ടുകാവിലമ്മ കൊച്ചമ്പലത്തിൽ യക്ഷിയമ്മ കല്ലിക്കാട്ട് നിരപ്പേന്തി യക്ഷിങ്കരങ്ങളും ഗർഭഭേദം തന്നിക്ക വല്ലച്ചനും കൊട്ടകച്ചോതി മുത്തനറുകളെയും മുത്തനും പണ്ടാരും മുത്തിത്തള്ളമാരും കൈക്കോളായി വല്ലം പ്രായം മുരിങ്ങത്തോട് തമ്പ്രാക്കന്മാർ യക്ഷിയമ്മയെ മുളിച്ചിറ വല്ലം വെച്ച് വന്തിയോട് വന്തി ഇണങ്ങിക്കാൻ നേരമായല്ലോ. അപ്പം നമ്മൾ അത്രയുമാണ് എൻ്റെ ദേശത്തിൻ്റെ അധിപന്മാർ, ഈ വിളിച്ചവരെല്ലാവരും എന്ന് പറയുന്ന പോലെ എല്ലാ ദേശത്തും. പെട്ടെന്ന് കേട്ടപ്പോൾ ആറന്മുള വള്ളസദ്യക്ക് വിളിക്കുന്നില്ല. ഇതാണ് ചാറ്റുവിളി എന്ന് പറയുന്നത്. ഇതിങ്ങനല്ല, കുറച്ചും കൂടെ നീട്ടിയൊക്കെയാണ് വിളിക്കേണ്ടത്. അതിൻ്റെ ഒരു വേറെ രീതിയിലൊക്കെ വരും. നമ്മൾ ആ ഫീൽഡിൽ നിന്ന് വിളിക്കുമ്പം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനല്ല, കുറച്ചും കൂടെ അത് തെളിച്ച് വ്യക്തമായിട്ട് തന്നെ വിളിക്കണം. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വിളിച്ച് വിട്ടെന്നുള്ളൂ. ഇതാണ് ചാറ്റുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ, ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മ വിളിക്കണമെങ്കിലുണ്ട്, കടമറ്റം വിളിക്കണമെങ്കിലുണ്ട്, കാഞ്ഞിരമറ്റം വിളിക്കണമെങ്കിലുണ്ട്, ഏർവാടി വിളിക്കണമെങ്കിലുണ്ട്. അങ്ങനെ ഒരുപാട് എവിടെ നമ്മൾ പോകുന്നുവോ, അല്ലെങ്കിൽ ആരെ നമ്മൾ വിളിച്ച് കർമ്മം കൊടുക്കുന്നുവോ ആ ഒരു മൂർത്തിനെ, അല്ലെ ആ മൂർത്തി ഭാവത്തിലുള്ള ബാക്കിയുള്ളവരെയും നമ്മൾ വിളിച്ചിണക്കുക എന്ന് പറയും. നമ്മൾ കർമ്മം വെച്ചിട്ട് വിളിക്കുക, കർമ്മം അവർക്ക് വേണ്ടി വെച്ചിട്ട് വിളിച്ച് അവർ വന്ന് കർമ്മം എടുക്കുന്ന ആ അവസരത്തിൽ നമ്മൾ പറയുകയാണ്, ഇവരുടെ ആ കാര്യം നടത്തണം, അല്ലെങ്കിൽ ഇവരുടെ ആ ബന്ധനം മാറ്റണം, അല്ലെങ്കിൽ ഇവരുടെ ആ ബുദ്ധിമുട്ട് തീർക്കണം, അല്ലെങ്കിൽ ഇവരുടെ ആ രോഗം മാറ്റണം, അവരുടെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ അവരുടെ വസ്തുക്കച്ചവടം നടക്കണം, അവരുടെ പെരവെയും നടക്കണം, അല്ലെ അവർക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുടുംബങ്ങൾ തല്ലിപ്പിരിഞ്ഞ് നിൽക്കുമായിരിക്കും, അതൊന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവരാണിത് ചെയ്യുന്നത്. കാര്യം ഇതിപ്പോൾ രണ്ടുപേരും പിണങ്ങി നിൽക്കുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ മൂർത്തി ഇവരുടെ മനസ്സിനെ ആണ് പിടിക്കുന്നത്, ഇവരുടെ മനസ്സിനെ മാറ്റും. അതായത് ഉള്ളിലിരിക്കുന്ന അമർഷവും ദേഷ്യവും ഒക്കെ പോയിട്ട് ഇവർക്ക് ഒന്ന് വിളിക്കാറുണ്ട്, വർഷങ്ങളായിട്ട് വിളിക്കാതെ പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെയൊക്കെ ഇരിക്കുകയായിരിക്കും, ഒന്ന് വിളിക്കായിരുന്നു
എന്നാലും പുള്ളി ഒന്നും വിളിച്ചില്ലല്ലോ, ഇങ്ങനെയുള്ള തോന്നൽ ചിന്തകൾ പിന്നീട് തുടങ്ങും. മനസ്സിലുള്ള മാറ്റമാണ് വലിയ ഇതാണ് അവരുടെ മനസ്സാണ് മാന്ത്രികം, വേറെ ഒന്നുമല്ല. മാന്ത്രികം എന്ന് പറയുന്നത് മനസ്സാണ്. ഇപ്പം ഞാൻ ഒരാളുടെ കാര്യം ചെയ്യണം, മാഡത്തിനൊരു വിഷയം വന്നു, ഞാനിപ്പോൾ മാഡത്തിൻ്റെ കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ഈ കർമ്മം വെച്ചിട്ട് ഞാൻ ഈ വിളിച്ചിണക്കുന്നിടത്ത് മാഡത്തിൻ്റെ മനസ്സെനിക്ക് പൂർണ്ണമായിട്ടും വിട്ടു തരണം. ആ ഒരു പ്രാർത്ഥന മനസ്സിലായി. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് വിട്ടു തരണം. ഇതിലേക്ക് ലയിക്കുമ്പോഴാണ്, അതായത് നമുക്ക് വരുന്ന മൂർത്തി നിങ്ങളുടെ മനസ്സുമായിട്ട് ടച്ചാവുക, ടച്ചായി അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവുമായിട്ട് ടച്ചായിട്ട് അങ്ങനെയാണ് നമ്മുടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. പിന്നീട് നമ്മുടെ ചിന്ത മാറുക. ഇത്രയും നാൾ ചിന്തിച്ച പോലല്ല പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത്. അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന മാറ്റമായിരിക്കും. അങ്ങനെയല്ല, അതിനിടയ്ക്ക് ഇനി മറ്റുള്ളവരാരെങ്കിലും നമുക്ക് എന്തെങ്കിലും ദുഷ്പ്രവൃത്തി വല്ലതും ചെയ്താൽ നമ്മുടെ വീണ്ടും വന്നെന്ന് വരാം. ഏതാ ഇതൊരിക്കലും പൂർണ്ണമായിട്ടും നമുക്ക് ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല അങ്ങനെയല്ല. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം മാറും. പിന്നീട് നിങ്ങളുടെ അതിപ്പോൾ ഇനിയിപ്പോൾ ആരും ഒന്നും ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കർമ്മദോഷം കൊണ്ടും വരാം. ഏതാ നിങ്ങളിപ്പോൾ നല്ല രീതിയിലായി, നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ തട്ടുമുട്ടും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ശകല അഹങ്കാരം വരില്ലേ? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും കുറച്ച് അഹങ്കാരം വരും. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ മോശം വരും, അങ്ങനെയും നമ്മൾ താഴെ വരും. ഏതാ അതേസമയം നമുക്കൊരു നല്ലത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞതിനെയും കൂടെ ഒന്ന് ചിന്തിക്കണം. ഏതാ ഇന്ന അവസ്ഥയിലായിരുന്നല്ലോ ഞാൻ, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ മുന്നോട്ട് അങ്ങനെ പോകരുതല്ലോ, വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നതിൻ്റെ പുറകോട്ടും കൂടെ ഒന്ന് ചിന്തിക്കണം നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ. അല്ലാതെ മുന്നോട്ട് മാത്രം നടക്കാൻ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. പുറകോട്ടും കൂടെ ചിന്തിച്ച് മുന്നോട്ട് നടക്കുവാണെങ്കിൽ തട്ടാതെയും തടയാതെയും നടന്നു പോകാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഒരാൾ കൂടോത്രം ചെയ്യണമെന്നുമില്ല, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും നടക്കണമെന്നുമില്ല. നമ്മുടെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യത. ദേശത്തിന്റെ മൂർത്തികളെയൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് മടക്കി അയക്കേണ്ട ഒരു തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ആദ്യ കാലത്തൊക്കെ ഇഷ്ടം പോലെ തട്ടും മേടിച്ചിട്ടുണ്ട് ഞാൻ, ഇഷ്ടം പോലെ തട്ടും മേടിച്ചിട്ടുണ്ട്. കാരണം അന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചോരത്തിളപ്പിലൊക്കെ വിളിച്ച് വരുത്തുക എന്ന് പറഞ്ഞാൽ വിളിച്ച് ചരിത്രത്ത് അതുപോലെ അങ്ങ് ഇറക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ചരിത്രത്തോട് വന്ന് ഓരോ മൂർത്തി വന്ന് ഇറങ്ങുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെ നമ്മൾ വിളിച്ചിണക്കി നമ്മൾ കർമ്മം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്കൊരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ അവരെ പറഞ്ഞു വിടണം. ഇത് വിളിച്ചു വരുത്തുന്ന പോലെ തന്നെ നമ്മൾ പോയി അവരെ പോയി ഇരിക്കാൻ പറയണം. ഏതാ വിളിച്ച് നമുക്ക് പന്തി ഇണങ്ങാനാണ് പറയുന്നത്. പന്തി ഇണങ്ങാന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ഇണങ്ങി നിൽക്കാനാണ് പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇണങ്ങി നിൽക്കാനാണ് പന്തി ഇണങ്ങാൻ പറയാം. അതുപോലെ തന്നെ തേര് താക്കാൻ പറയും. ഇവരെല്ലാം തേരയിലാണ് യാത്ര ചെയ്യുന്നത്. എല്ലാ മൂർത്തികളും തേരയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുപോലുള്ള വലിയ കടുപ്പം കേസുകെട്ടൊക്കെ ആണെങ്കിൽ തേരിങ്ങതാക്കാൻ പറയും. അപ്പോൾ നമ്മൾ കോഴി വെട്ടുന്നത് അല്ലെ ആട് വെട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തേര് താക്കാനാണ് പറയുന്നത്. തേര് താഴണം. അപ്പോൾ അവരുടെ തേര് അവർ യാത്ര ചെയ്യുന്ന തേരയിലാണ്. എല്ലാ മൂർത്തികളും യാത്ര ചെയ്യുന്ന തേരയിലാണ്. അപ്പം തേരിങ്ങതാക്കാൻ പറയും. തേരിങ്ങതാക്കാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് താഴ്ന്നു കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത്, ഈ കോഴി വെട്ടിക്കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ വിളിച്ചിണക്കുന്നത്. വിളിച്ചിണക്കി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പോയി അരയിരിക്കാൻ പറയും. അരയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഇരിക്കുക എന്നുള്ള അവരെ പ്രീതിപ്പെടുത്തി ഇരുത്തുക. അതെല്ലാം നമുക്ക് കണക്കിൽ കിട്ടുകയും ചെയ്യണം. ചിലർ പെട്ടെന്ന് പോകില്ല. ഈ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്രാവിഡ ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആളുടെ അടുത്ത് പ്രശ്നം നോക്കാൻ വേണ്ടി പോവാം. ഇതിന് പ്രശ്നം നോട്ടോന്നാണ് എല്ലാവരും പറയുന്നത്. ജ്യോതിഷം നോക്കാമെന്ന് അങ്ങനെ ആരും പറയാല്ല. പ്രശ്നം വെക്കുക അല്ലെ പ്രശ്നം നോക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇതിനെ പറയുന്നത്. അപ്പം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതി എന്ന് പറയുന്ന നക്ഷത്രമാണ്. നമ്മൾ ജനിക്കുമ്പം ആകാശത്ത് ഒരു നക്ഷത്രം ജനിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ യേശുക്രിസ്തു ജനിച്ചപ്പോഴത്തേനും ഒരു ദിവ്യ നക്ഷത്രത്തിനെ കണ്ടു, 3 രാജാക്കന്മാർ പോയി പൊന്നും ഇറങ്ങുന്നതിരിക്കാൻ കാഴ്ചവെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് ഈ നക്ഷത്രത്തിൽ പോയി ലയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. പക്ഷെ നമ്മളതൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ആഗ്രഹങ്ങൾ മൂത്ത് നമ്മളിങ്ങനെ നടന്ന് നമ്മൾ മരിച്ചു പോയി, നമ്മൾ മരണപ്പെട്ടു. നമ്മൾ മരിക്കാൻ പാടില്ല. നമുക്ക് എത്ര കാലം വേണം ജീവിക്കാം, എത്ര വർഷം വേണം, ഈ പ്രപഞ്ചം നിൽക്കുന്നത്രയും കാലം നമുക്ക് ജീവിക്കാം. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പല്ല മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന വാക്കിന് തന്നെ മനനം ചെയ്യുന്നതെന്നാണ്. മനസ്സിലായില്ലേ? മനനം ചെയ്യുന്നത്. അപ്പം നമ്മുടെ മോഹങ്ങളും ലോഭവും ക്രോധവും കോപവും എല്ലാം ഈ ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ നശിപ്പിച്ച് കളയണം. നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയണം. നമ്മൾ അതിനെ കത്തിച്ച് കളയുക എന്നുള്ളത്, ദഹിപ്പിച്ച് കളയണം.
ദഹിപ്പിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഉദിച്ച നക്ഷത്രത്തിൽ നമ്മൾ പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ദിവ്യ നക്ഷത്രം ഉണ്ടായി. അതുപോലെ തന്നെ അഗസ്ത്യ നക്ഷത്രം എന്ന് പറഞ്ഞൊരു നക്ഷത്രമുണ്ട്, കേട്ടിട്ടില്ലേ? അഗസ്ത്യ നക്ഷത്രം. അത് ആ വലിയ മഹാൻ അതിൽ പോയി ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ നക്ഷത്രത്തിന് അഗസ്ത്യ നക്ഷത്രം എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊരു സ്റ്റാർ ആകാൻ പറ്റും. ഏതാ നമ്മൾ വാക്കുകളിൽ കൂടി പോലും പറയാം അവൻ സ്റ്റാർ ആകട്ടോ എന്നൊക്കെ പറയാറില്ല. ശരിക്കും സ്റ്റാർ ഇതാണ്, നമ്മൾ ആ സ്റ്റാറിൽ പോയി ലയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ കാരണം നമ്മുടെ ആയുസ്സും കുറഞ്ഞു പോകണു, നമ്മുടെ ആഗ്രഹങ്ങൾ കാരണം നമ്മൾ പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നു. അപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ജ്യോതിയിൽ പോയി ലയിക്കുക എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഉദ്ദേശങ്ങൾ ശുദ്ധി ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ പോയി ആ ജ്യോതിയിൽ പോയി ലയിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യാത്ത അത്രയും കാലം നമുക്കിവിടെ പ്രശ്നങ്ങളാണ്. അതിലോട്ട് അതായത് നമ്മൾ ഇതിനെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കാലത്ത് നമുക്ക് പ്രശ്നങ്ങളില്ല, പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല. അപ്പം നമ്മൾ വേണ്ടാന്നല്ല വെക്കുന്നത്, നമുക്കത് വേണം ഇത് വേണം. നമ്മളീ വരും തോറും പിന്നെയും നമുക്ക് തികയുന്നില്ല. അയ്യോ അതും കൂടെ വേണമായിരുന്നു ഇതും കൂടെ വേണം, ഇങ്ങനെ തോന്നൽ തന്നെയാണ്. ആ ഒരു തോന്നൽ വരും തോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടുകയാണ്, നമുക്ക് നെഗറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്നിടത്താണ് നമുക്കിത് ഉപകാരപ്പെടുന്നത്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ ഒരു സാധനം നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ പ്രശ്നനോട്ടം എന്ന് പറയുന്നത്. ദ്രാവിഡ ജ്യോതിഷത്തിൽ ഇതിനെ പ്രശ്നനോട്ടം എന്ന് പറയുന്നത്. എന്താണ് പ്രശ്നം, എന്താണ് അങ്ങനെ വരുന്നത്, അല്ലെ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെ എന്താണ് അത് നടക്കാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന ഈ പ്രശ്നത്തിലൂടെയാണ്. ഇപ്പം നമുക്ക് ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു രാശിപ്പലകയുണ്ടാവും, ഒരു പലക, ഇങ്ങനെ 12 കളം വരച്ചൊരു പലകയുണ്ടാവും. ആ പലകയിലാണ് ഇവർ ഈ ചെറിയ കബഡി എന്ന് പറഞ്ഞാൽ ഈ കക്ക പോലത്തെ പളുങ്കെന്ന് പറയുന്ന സാധനം, അതിങ്ങനെ ഉരുട്ടി വാരി വെക്കുന്നതാണ് കണക്ക്. അതിനകത്ത് കിട്ടുന്ന എണ്ണമാണ് കണക്ക്. അത് മേടം തൊട്ട് മീനം വരെ. അതിനകത്തും ഒന്ന് പറയാനുണ്ട്. അതായത് നമ്മുടെ ഇവിടെ വർഷാരംഭം ചിങ്ങമാണ്. ഇവിടുത്തെ മലയാള മാസം വർഷത്തിലെ ആരംഭം ചിങ്ങമാസമാണ്. പക്ഷെ തമിഴ്നാട്ടിലതല്ല, മേടമാസമാണ്. ശരിക്കും മേടത്തിലാണ് കണക്ക്. ഇത് ചിങ്ങം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ചിങ്ങം എന്ന് പറഞ്ഞൊരു കണക്ക്. നമ്മൾ മേടമാണ് മലയാള മാസത്തിൽ നമ്മൾ പുതുവർഷമായിട്ട് കണക്കാക്കുന്നത്. ഓ, ചിങ്ങമാസമല്ലേ, വർഷപ്പിറവി ചിങ്ങമാസമല്ലേ, പിന്നെ ചിങ്ങമാണ് വർഷപ്പിറവി. അപ്പം ഈ മേടമാസമാണ് തമിഴ്നാട്ടിൽ. അപ്പം ഈ മേടം തൊട്ട് മീനം വരെയാണ് കണക്ക്. ഇതാണ് രാശി എന്ന് പറയുന്നത്. ഈ ആര് നോക്കിയാലും, എത്ര പഠിച്ചവൻ നോക്കിയാലും പഠിക്കാത്തവൻ നോക്കിയാലും, ഈ വാരി വെക്കുന്ന സാധനത്തിൻ്റെ എണ്ണം, ആ എണ്ണത്തിലാണ് രാശി എന്ന് പറയുന്നത്. ആ രാശിയിൽ വരുന്നത് എന്താണോ, ആ രാശിയിൽ ദേവതകളുണ്ട്, മരമുണ്ട്, പക്ഷിയുണ്ട്, വൃക്ഷമുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം അതിനകത്ത് വരുന്ന ആ കണക്കാണ് നമ്മൾ അവരോട് പറയുന്നത്. അപ്പം ഇത് ഈ ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിപ്പലക, ഈ പലക 12 കളം വരച്ച് ഈ പലകയിലാണ് ഇവർ പ്രശ്നം വെച്ച് നോക്കുന്നത്. അപ്പം ഈ ദ്രാവിഡ ജ്യോതിഷത്തിൽ ഇങ്ങനെയല്ല, മുറമാണ്. പഴയ കാലത്തെ മുറം, ഈ ചതുരത്തിലുള്ള മുറം ഇല്ലേ, കെട്ടി ഈ മറ്റേ ഈറ്റയുടെ പൊളി കൊണ്ട് നെയ്തെടുക്കുന്ന മുറം, അതാണ്. ഇത് ശരിക്കും രാശിപ്പലകയാണ്. ഈ മുറം എന്ന് പറയുന്നത് ശരിക്കും രാശി. ഇതാണ് ദ്രാവിഡ ജ്യോതിഷത്തിലെ ഫസ്റ്റിലത്തെ രാശിപ്പലക എന്ന് പറയുന്നത് ഇതാണ്, ഈ മുറമാണ്. അപ്പം ഈ മുറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 മൂല, 4 സൈഡ് 4 കെട്ട്, ആ കെട്ടിൻ്റെ മൂലയുടെ ഇടയ്ക്കുള്ള 4 സ്ഥലങ്ങൾ. ഇത് ആണ് 4×3=12. ദ്രാവിഡ രീതിയിൽ മുറമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ രാശി പലകയ്ക്കായിട്ട്. അതിലുപയോഗിക്കുന്ന ചെറിയ ശംഖുകളും അല്ലേ? ചെറിയ ശംഖുകളല്ല, അല്ലല്ല. അതായത് ഈ ജ്യോതിഷികൾ ഉപയോഗിക്കുന്നത് ഒരു പലകയാണ്. ആ പലകയിൽ 12 കളം വരച്ചിട്ട് അതേലാണ് ജ്യോതിഷികളെല്ലാം നോക്കുന്നത്. ഈ കണിയാന്മാർ അങ്ങനെയുള്ള ആളുകളെല്ലാവരും, ഈ പ്രശ്നം നോക്കുന്നവരെല്ലാവരും നോക്കുന്നത് ഈ ചതുരപ്പലകയിൽ 12 കളം തിരിച്ചിട്ട് അതേലാണ് നോക്കുന്നത്. പക്ഷെ ദ്രാവിഡ രീതി അതല്ല. ദ്രാവിഡ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പലകയൊന്നുമില്ല. അന്ന് പഴയ കാലത്ത് ഈ പിതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറം, നമ്മുടെ പഴയ ഈറ്റ കീറി ഉണ്ടാക്കി കെട്ടിയെടുക്കുന്ന മുറം, പഴയ ഇങ്ങനെ നെയ്തെടുക്കുന്ന മുറം. ആ മുറത്തിന് 4 മൂലകളുണ്ട്. 4 മൂലകളുണ്ട്. 4 വശത്തും 4 കെട്ടുകളുണ്ട്. 4 സൈഡിലും 4 കെട്ടുകളുണ്ട്. ഈ 4 മൂലയും 4 കെട്ടും ഇതിനിടയ്ക്കുള്ള 4 സ്ഥലങ്ങളും. ഇതാണ് 12 രാശി. ഇതൊരു കറക്റ്റ് കണക്കിനാണ്. അത് ആ മുറം കെട്ടുക എന്ന് പറഞ്ഞൊരു കറക്റ്റ് കണക്കിനാണ് അത് കിട്ടുന്നത്. ആ കണക്കിൽ അതിനകത്ത് ആ കണക്കുണ്ട്, ഈ 12 രാശിയുടെ കണക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുറം ഇങ്ങനെ കുഴിഞ്ഞാണല്ലോ കിടക്കുന്നത്. ഇതിനകത്ത് ഒരു പിടി നെല്ല് വാരിയിടും. ഒരു പിടി നെല്ല് വാരി ഇതിനകത്ത് ഇട്ടിട്ട് ശംഖാണ്. ശംഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഊതാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ശംഖമുണ്ടല്ലോ, അതിൻ്റെ ചെറുത് ഊതാൻ പറ്റത്തില്ല, ചെറിയ ശംഖം നമുക്ക് കൈ പിടിച്ച് കറക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവരിത് വാരി വെക്കുമ്പോൾ ദ്രാവിഡ ജ്യോതിഷത്തിൽ ഈ ശംഖ് കറക്കുകയാണ്. കറക്കിയിട്ട് ഈ മുറത്തിൻ്റെ ഏത്
മൂലയിലാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കെട്ടയിലാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള സ്ഥലത്താണോ വന്നിരിക്കുന്നത്, അതാണ് രാശി. അതായത് ഈ ശംഖിന് ഒരു മുന പോലെ ഉണ്ടല്ലോ, നമ്മൾ തീർത്ഥം കൊടുക്കുന്ന ശംഖില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ മുന പോലെ ഉണ്ടല്ലോ, ആ സൂചി പോലെ നിൽക്കുന്ന സ്ഥലം എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ആ വലുപ്പത്തിലുള്ള ശംഖും കറക്കാൻ നമുക്ക്, നമ്മൾ ഈ കൊണ്ട നടക്കാൻ പാകത്തിന് എല്ലാവരും ചെറിയ ശംഖ ഉപയോഗിക്കുന്നത്. ഒരെണ്ണമാണോ കറക്കുന്നത്? ഒരെണ്ണം, ഒരു ശംഖ്. അതായത് കക്കായല്ല, മറ്റേത് പളുങ്കെന്ന് പറയുന്ന കക്കായാണ്. ഏതാ ഈ ചിപ്പി പോലത്തെ ഒരു സാധനമാണ് ഈ മറ്റൊരു വാരുന്നത്. അപ്പം അതും ഇതും എല്ലാം ഇത് കണക്കെല്ലാം ഒന്നേ ഉള്ളന്നേ, കണക്കല്ല ഈ 12 രാശിയിലുള്ള കണക്കേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഈ ഒരു പിടി നെല്ലും വാരി ഇട്ടിട്ട് ഈ ശംഖാണ്, ശംഖ് ഒരു ഇത്ര നീളത്തിലുള്ള ശംഖ് അത്രയൊക്കെ കാണുള്ളൂ, അത്ര നീളത്തിലുള്ള ശംഖൊക്കെ ആയിരിക്കും. അപ്പം ആ ശംഖ് നമ്മൾ കറക്കുക. കറക്കം നിൽക്കുമ്പോൾ ഏത് രാശിയിലാണോ ഇതിൻ്റെ മുന പോയി നിൽക്കുന്നത് ആ രാശിക്ക് നമ്മൾ കണക്ക് പറയും. ഇതാണ് ദ്രാവിഡ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഏറ്റവും ആദ്യത്തെ രാശിപ്പലക എന്ന് പറയുന്നത് മുറമാണ്. ആ മുറത്തിനകത്താണ് പഴയ എല്ലാ ആളുകളും പ്രശ്നം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് കറക്കിയിട്ട് ഈ വരുന്ന രാശിയും പിന്നെ അത് കൂടാതെ ഇതിൽ നിന്ന് ഒരു ശകലം നെല്ലും വാരും, ഒരു നുള്ളു നെല്ലും വാരി ഇതുപോലെ തന്നെ മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ആ നെല്ലെണ്ണും. മനസ്സിലായോ? ആ നെല്ലെണ്ണിയിട്ട് അപ്പം ഈ ഇവർ നോക്കുന്ന അതേ കണക്ക് തന്നെ ഈ നെല്ലേലും കിട്ടും. ഇതിപ്പോൾ ഒരു ചരൽ വാരി വെച്ചാൽ ഇതേ കണക്ക് തന്നെ കിട്ടും, ഒരു മഞ്ചാടിക്കുരു വാരി വെച്ചാൽ ഇതേ കണക്കെല്ലാം ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ശംഖ് കറക്കണമെന്നില്ല, ഒരു ഇല പറിച്ച് കറക്കിയിട്ടാലും കണക്കാണ്, ഒരു കമ്പ് കറക്കിയിട്ടാലും കണക്കാണ്. അത് ഏത് രാശിക്ക് പോയി കിടക്കുന്നു ആ രാശിക്ക് നമ്മൾ കണക്ക് പറയും. എനിക്കിതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പോൾ. കാരണം ആദ്യകാലങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു പ്രശ്നം നോക്കാൻ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളോട് ചോദിച്ചാൽ, ആ ആൾ ഏത് രാശിയിൽ നിന്നുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നതെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. മനസ്സിലായി? അവർ നിൽക്കുന്ന ഒരു രാശിക്കാണ്, ഇപ്പം മേഡം ഇരിക്കുന്ന ഒരു രാശിക്കാണ്, ഞാനിരിക്കുന്ന വേറെ രാശിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അല്ല, ഇപ്പം മേഡത്തിന് ഒരു കാര്യം നടക്കാനുണ്ട്, എൻ്റെ ആ കാര്യം നടക്കുമോ പറയുന്നത് എന്നോടൊന്ന് ചോദിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ പറയും, ഇരിക്കുന്ന രാശിക്ക് ഞാൻ പറയും, ഇരിക്കുന്ന രാശിക്ക് എനിക്ക് അതിനകത്ത് എത്ര ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ പെട്ടെന്നൊന്ന് ചോദിക്കും, മേഡം 100 താഴെ ഒരു സംഖ്യ പറയാൻ പറയും. മേഡം ഒരു സംഖ്യ പറഞ്ഞേ, ഒരു സംഖ്യ പറഞ്ഞേ, 100 താഴെ ഒരു സംഖ്യ. 6. 6 എന്ന് പറയുന്നത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി രാശിയാണ്. അപ്പോൾ കന്നി രാശിക്ക് അത് നടക്കത്തില്ലെന്ന് ഉറപ്പാണ്. കന്നി ഒഴിവ് രാശിയാണ്, നടപടിയില്ലാത്ത കാര്യത്തിന്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഇത് വാരി വെക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇത് കറക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ല. കണക്ക് ഇത്രയേ ഉള്ളൂ, ഇതാണ് കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മളിത് കറക്കാനും പിടിക്കാനും നിൽക്കാറില്ല. നമ്മൾ ആ ആൾ നിൽക്കുന്ന രാശിക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ കണക്ക് നമ്മൾ പറയണം. അതാണ് ദ്രാവിഡ ജ്യോതിഷം. ഒരാളിങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ അയാളുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ ലക്ഷണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ നടക്കത്തിൻ്റെ ആ രാശിയിൽ നമ്മൾ അയാളുടെ കണക്ക് നമ്മൾ പറയണം. പറയാൻ പഠിച്ചവനാണ് ദ്രാവിഡ ജ്യോതിഷി എന്ന് പറയുന്ന ആൾ. അല്ലാതെ ചുമ്മാ നമ്മൾ പല പ്രാവശ്യം വാരി വെച്ച് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ രാശിക്ക് കണക്ക് പറയണം, അതാണ് ദ്രാവിഡ ജ്യോതിഷം. മറ്റുള്ള ജ്യോതിഷം അപേക്ഷിച്ച് അങ്ങനെ പറയുമ്പോൾ ശരിക്കും സിദ്ധി എന്ന് വേണം പറയാൻ, അല്ലേ? കുറേയൊക്കെ ഇതിനെ സിദ്ധി ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. പഠിച്ചെടുത്താലും സിദ്ധി ഇല്ലാതെ ഇത് കുറേയൊക്കെ സിദ്ധി ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഒന്നും നമുക്ക് രാശി പലകത്തെ തെളിയില്ല. അത് എത്ര കൊല കൊമ്പനെ വേണമെന്ന് നമ്മൾ വിളിക്കാം. രാശി പലകയിൽ എല്ലാ പ്രശ്നവും തെളിയത്തില്ല. കാരണം ചില പ്രശ്നങ്ങൾ അവിടെ മറഞ്ഞു കിടക്കും. അത് ഈ ഒന്നെങ്കിൽ ഇപ്പം എന്താ പറയുക, ഈ കൂടോത്രം പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ മറ്റുള്ള എന്തെങ്കിലും ഇവർക്ക് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക, വല്ല പള്ളികളിലോ അമ്പലങ്ങളിലൊക്കെ കൊടുക്കാനോ പിടിക്കാനോ നേർച്ച വഴിപാട് അങ്ങനെ വല്ല, ഇതൊന്നും നമുക്ക് ഇതിലൊന്നും രാശിപ്പലകയിലൊന്നും നമുക്ക് തെളിയില്ല. രാശിപ്പലക തെളിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ദശാകാലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ കണക്കും ഈ ഇതിനകത്തൊരു കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നേ അതിനകത്തുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു കാര്യം പറയാൻ പറ്റില്ല. അതേസമയം ഒരു ബാധാദോഷം ഉണ്ടെങ്കിൽ അത് എന്ത് ബാധയാണെന്നും എങ്ങനെ വന്നതാണെന്നും എപ്പോൾ വന്നതാണെന്നും എന്തുകൊണ്ട് വന്നതാണെന്നൊന്നും ഈ ഇതിലൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പറയാൻ വേണ്ടി വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒരു സേവാബലം വേണം. അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്യോതിഷന്മാർക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ ഈ മാന്ത്രികം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിളിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണ്.
ഒരാളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് അവരുടെ വീട്ടിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ പിതാക്കന്മാർ നല്ല മാന്ത്രികന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ സേവാമൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചിലപ്പോൾ ഈ കൂടെ കയറി വന്നെന്ന് വരാം. ഇതൊന്നും ജ്യോതിഷത്തെ തെളിയില്ല. അതിന് കൺകാഴ്ച വേണം, കൺകാഴ്ച തന്നെ വേണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റണം ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. പറ്റുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ ഈ വിദ്യയുടെ, അതായത് പഠിക്കുമ്പം ഇത് പഠിച്ചിട്ട് നമ്മൾ അവസാന ഭാഗം, അതായത് നമ്മൾ അരങ്ങേറ്റം എന്നൊക്കെ പറയില്ലേ, അരങ്ങേറ്റം എന്ന് പറയുന്ന സംഭവം തന്നെ കൺമറ വെട്ടുക എന്ന് പറയും. അതാണ് ഏറ്റവും ഈ മന്ത്രവാദ പഠിത്തത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം, കൺമറ വെട്ടുക എന്ന് പറയുന്നത്. കൺമറ വെട്ടി, അതായത് നമ്മൾ ഈ കാണുന്നതെല്ലാം മിഥ്യയാണ്, മായ. ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിനാണ് കൺമറ വെട്ടുക എന്ന് പറയുന്നത്. ആ കൺമറ വെട്ടിയാൽ ചില ആത്മാക്കളെയും ചില മൂർത്തികളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസാന ഭാഗമെന്ന് പറയുന്നത്. ഈ മാന്ത്രികത്തിൻ്റെ ഏറെക്കുറെ അവസാന ഭാഗം എന്ന് പറയുന്നത് അതാണ് അരങ്ങേറ്റം. അരങ്ങേറ്റത്തിൽ അപ്പോൾ അതും തെളിഞ്ഞവന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ചെയ്യുന്നവരാണ് തട്ടും മേടിക്കുന്നത്. ആയസത്തതൊക്കെ ചത്തുപോകുന്നതിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള മരണപ്പെട്ടു പോകുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പം ഇതറിയാൻ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു അഭ്യാസം പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കളരി പഠിക്കാനോ അല്ലെ കരാട്ട പഠിക്കാനൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളിപ്പം കുറച്ച് നാൾ പോയി കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം വരിക. ഇനി ഓരോ 2 or 3 പേരൊക്കെ വന്നാലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവന് വരിക. ഇനി എന്തിനാ പോണേ, മതിയാക്കിയേക്കാം. അപ്പം ഈ അല്പാഭ്യാസി എന്ന് പറയുന്നത് എപ്പോഴും തല്ലുകൊള്ളിയായിരിക്കും. കാരണം അവന് തല്ലുകൊള്ളാൻ, കാരണം ഇവൻ കുറച്ച് മാത്രം പഠിച്ചിട്ട് നല്ല ഒരാൾ നല്ലൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഇത് കുറച്ചൊക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ എന്തൊക്കെയോ പാഠങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ഒരു കച്ചവട മേഖലയായിപ്പോയി. നമുക്കിതിനകത്ത് വേണ്ടത്, മെയിനായിട്ട് വേണ്ട നല്ല സേവാബലം വേണം. സേവാബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ചുമ്മാ എന്തെങ്കിലും പൂജകൾ എല്ലാവരും കാണിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കർമ്മം വെച്ച് കഴിഞ്ഞാൽ ആരും വന്ന് കർമ്മം എടുക്കില്ല. കർമ്മം എടുക്കണേ വിളിക്കണം, വിളിച്ച് താക്കണം, വിളിച്ച് താത്ത് കൊടുക്കേണ്ട രീതിയിൽ. അത് അവർക്ക് ഓരോ മൂർത്തികൾക്കും വേണ്ട സാധനങ്ങളുണ്ട്. അത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മൾ കള്ളും ചാരായം കൊടുക്കേണ്ടവന് നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും പണി നടക്കത്തില്ല. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് പറയുമോ, ഇന്നതാണ് താല്പര്യം, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പറയുമല്ല, ഇതൊക്കെ അത് കുഞ്ഞിലേ ഉള്ള പഠിത്തം. കുഞ്ഞിലേ അല്ല, നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഇന്ന ദേവതയ്ക്ക് ഇന്നത് വേണം കൊടുക്കാൻ. ഇത്രയും കാലത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അവര് മാറുന്നില്ലല്ലോ, നമ്മളല്ലേ മാറുന്നേ. നമ്മളല്ലേ തരത്തിൽ മാറുന്നത്, അല്ല ഇവര് മാറുന്നില്ലല്ലോ. കാലത്തിനൊത്തുള്ള മാറ്റമൊന്നുമില്ല, അങ്ങനത്തെ മാറ്റമൊന്നും അവർക്കില്ല. പിന്നെ കാലത്തിനൊത്ത മാറ്റം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മുറുക്കാൻ തന്നെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതേസമയം പണ്ട് മാറ്റുചാരായ്മ കൊടുത്തുകൊണ്ടിരുന്നത്, അത് മാറി ഇന്ന് നമ്മൾ ഈ വിദേശ മദ്യം കൊടുക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇന്ന് മാറ്റുചാരായം വെച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജാമ്യം പോലും കിട്ടത്തില്ല, അകത്ത് പോകും. അപ്പം അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ദ്രാവിഡ കർമ്മം എന്ന് പറയുന്നത് നെല്ല് വറുത്ത് നമ്മൾ തന്നെ ഇടിച്ച് വേണം അവലുണ്ടാക്കാൻ. നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കണം. വറപൊടിയൊക്കെ നമ്മൾ തന്നെ നല്ല വൃത്തിയായിട്ട് നെല്ല് വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ മണമടിച്ചാൽ വരും ദേവത. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ്. ഈ നാടൻ കോഴി ഇടിച്ച് നമ്മുടെ തടിയോറിനകത്തിട്ട് മസാലയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇടിച്ച് വറക്കാന്ന് പറഞ്ഞാൽ ഇടിച്ച് ഇവനെ മാവ് പോലെ ആക്കിയിട്ട് അത് വാരി നമ്മളെടുത്ത് ദോശക്കല്ലിൽ വെച്ച് അട പോലെ ചുട്ടിട്ട് അതൊക്കെ കൊടുക്കും. പിന്നെ അതൊക്കെ വലിയ വലിയ കർമ്മങ്ങളാണ്. അതുപോലെ തന്നെ ഈ മലവേടരുണ്ടല്ലോ, മലവേട സമുദായത്തിന് കർമ്മം ചെയ്യണമെങ്കിൽ ആമയിറച്ചി വേണം, എലിയിറച്ചി വേണം, ഉണക്കമീൻ ചുട്ടത് വേണം, പിന്നെ കപ്പ ചുട്ടത്, കിഴങ്ങ് ചുട്ടത്, ചേമ്പ് ചുട്ടത്, കാച്ചിൽ ചുട്ടത്, പിന്നെ മുറുക്കാൻ കള്ള്, ഇങ്ങനെയുള്ള എല്ലാം
ചുട്ടതാണ് അവരുടെ കർമ്മം. ഈ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മലവേട സമുദായത്തിൻ്റെ ഒരാൾ അങ്ങനെയുള്ളവരുടെ ഈ കർമ്മം എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ കർമ്മം എല്ലാം അതിന് ചുടുകറി കർമ്മം എന്നാണ് പറയുന്നത്. ചുടുകറി കർമ്മം എന്നാണ് പറയുന്നത്. എല്ലാം ചുട്ട സാധനങ്ങളാണ്, അല്ലാതെ ഈ അവലും വല്ലതും ഒന്നും ഇവർക്കില്ല. എല്ലാം നാടൻ സാധനങ്ങൾ. ഈ മറ്റേ നൂറോൻ എന്നൊക്കെ പറയുന്നൊരു കിഴങ്ങുണ്ട്, കേട്ടിട്ടുണ്ടോ? നൂറോൻ എന്നൊക്കെ പറയുന്ന മണ്ണിനടിയിൽ ഉണ്ടാകുന്നൊരു കിഴങ്ങാണ്. ഈ കാച്ചിൽ പോലൊക്കെ തന്നെ ഇരിക്കും. കാച്ചിൽ പോലല്ല, ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ വേര് പോലെ. അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടും. ഇതൊക്കെ വേണം ഇവർക്ക് മെയിനായിട്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുട്ട് ആയിട്ടാണ് ഇവരുടെ കർമ്മം നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ എന്തെങ്കിലും ദോഷം തീർക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം തന്നെ. അതായത് ഈ ദ്രാവിഡ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പുറകോട്ടൊക്കെ പോകേണ്ടതായിട്ടുണ്ടെന്നേ. ഒരുപാട് പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും പെട്ടെന്നൊന്നും സംസാരിച്ചാൽ തീരുന്ന കാര്യമല്ല. അപ്പം ഈ നമ്മൾ എന്ത് കഴിക്കുന്നു ഇത് തന്നെ നമ്മുടെ മൂർത്തിക്കും കൊടുക്കണ്ടേ, അല്ലാതെ അവർക്ക് വേണ്ടി പ്രത്യേക സാധനമൊന്നുമില്ല. നമ്മൾ എന്ത് കഴിക്കുന്നു അത് തന്നെ നമുക്ക് നമ്മുടെ മൂർത്തിക്ക് വിളിച്ച് കൊടുക്കാം. ഇപ്പം അവരും പലരും തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നതും ഇതാണ്. ഇപ്പം നമുക്കിപ്പം ഈ ആമേർച്ചയൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് കൊണ്ട് കൊടുക്കാനിപ്പം അത് വലിയ കേസാണ് ഇപ്പം, മനസ്സിലായില്ലേ? ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർ കർമ്മം കൊടുത്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കർമ്മം എന്ന് പറയുമ്പോൾ ഇതൊരു ജീവിതചര്യയായിട്ട് മാറുകയാണ്. അല്ല, ഇതൊരു സംസ്കാരമായിരുന്നല്ലോ മാഡം. ഇതൊരു ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു സംസ്കാരം തന്നെയാണത്. അതിനെ മാറ്റി മറിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഞാനിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. കത്തനാരച്ഛൻ്റെ സേവ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം വിളിച്ച് വരുത്തുക, അപ്പോൾ അതിനൊക്കെ കുറേ ഇപ്പം മെഴുതിരി കത്തിക്കുക, അങ്ങനെ കുറേ ഇതില്ലേ നമ്മൾ. എനിക്കൊന്ന് പച്ച ഈർക്കിലി അല്ലേ, പച്ച ഈർക്കിലി ഉപയോഗിക്കുന്നു, അങ്ങനെ നമ്മൾ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിന് ശരിക്കും ഈ പച്ച ഈർക്കിലി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബാധയെ ബന്ധിക്കുക എന്നുള്ളത്. പച്ച ഈർക്കിലി കൊണ്ട് ഉപയോഗിക്കുന്നത് ചൂരൽവടി. ചൂരൽവടി എന്ന് പറയുന്നത് നമ്മുടെ സേവാവടിയാണ്. നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഇപ്പോഴും പഴയ കാലത്തെ അച്ഛന്മാർ, പഴയ കാലത്ത് അവിടെ ഇരുന്നേ, അതായത് ഈ പൗരത്വത്തിന് ശേഷം ഇരുന്ന അച്ഛന്മാർ അവിടെ വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ എന്നെ പോലെ ഒരാളോ അല്ലെങ്കിൽ മറ്റൊരാളോ അവിടുത്തെ ഒരു സേവ വേണമെന്നൊക്കെ പറഞ്ഞൊക്കെ ചെന്ന് പല പ്രാവശ്യം ശല്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു വടി മേടിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പം അങ്ങനെ ചുരൽവടിയിൽ ഇങ്ങനെ ആവാഹിച്ച് കൊടുത്തിട്ടുള്ള ആളുകളെയൊക്കെ എനിക്കിപ്പോൾ അറിയാം. ചുരൽവടി ഇരിക്കുന്ന വീടുകളൊക്കെ 1-2 വീടുകളൊക്കെ എനിക്കറിയാം. അത് അങ്ങനെയുള്ള അച്ഛന്മാർ പ്രാർത്ഥിച്ച് ജപിച്ച് കൊടുക്കുന്ന, ജപിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് നമ്മളെന്ന് പറയുന്ന പോലെ അങ്ങനെ കൊടുക്കുന്ന. പിന്നെ അത് വീട്ടിൽ കൊണ്ടുവച്ച് അവർ മെഴുതിരി കത്തിക്കുക, പ്രാർത്ഥിക്കുക. അതൊരു ബലമായിട്ട് അല്ലെങ്കിൽ അത് അച്ഛൻ്റെ ഒരു പവറായിട്ട് അങ്ങനെ കണ്ടു ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ചുരൽവടിയൊന്നുമില്ല, ഒരു വടിയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കൊണ്ട് നടക്കാറില്ല. കാരണം ഇതെല്ലാം എൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എൻ്റെ സേവാമൂർത്തികളെല്ലാം എൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ആരെ ഓർത്താലും നമ്മൾ വിളിക്കണ്ട. നമ്മൾ മനസ്സ് കണ്ണടച്ചതല്ല, കണ്ണടയ്ക്കുകയും വേണ്ട. നമ്മൾ മനസ്സ് തുറന്നൊന്ന് ഓർത്താൽ ആ സെക്കൻഡിൽ വരും. ആ സെക്കൻഡ് നമ്മുടെ ശരീരത്തെ അടിക്കും, ആത്മാവായിട്ട് അന്നേരം ടച്ച് ചെയ്യും. അപ്പം അങ്ങനെ വരുന്നില്ല എങ്കിൽ നമുക്കിട്ടും പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ വിളിക്കുന്നിടത്ത് നമ്മുടെ മൂർത്തികൾ എത്തുന്നില്ലെങ്കിൽ നമുക്കിട്ടും പണി കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ കർമ്മദോഷം, അതല്ലെങ്കിൽ നമ്മുടെ ചെയ്ത കർമ്മദോഷം. മനസ്സിലായില്ലേ? അങ്ങനെയും വരാം. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യണം. തിരിച്ചന്നേരം മാറ്റിവിടണം. മാറ്റിവിടില്ലെങ്കിൽ നമ്മളും പിന്നെ ഞാൻ പറയട്ടെ മേഡം, ഞാൻ ഇതിനകത്ത് അഗ്രഗണ്യനൊന്നും അല്ല. മനസ്സിലായില്ലേ? ഞാനും സാധാരണ ഒരാളാണ്. പക്ഷേ ഇങ്ങനെയുള്ള കഴിവുകളും സിദ്ധികളും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഇതിനകത്ത് വിദ്യാർത്ഥിയാണ്, അല്ലാതെ നമ്മളൊന്നും ഇതിനകത്ത് അഗ്രഗണ്യനൊന്നും അല്ല. ഒരുപാട് ബാധ ബന്ധിച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിപ്പോഴും ഇതിനകത്ത് വിദ്യാർത്ഥിയാണ്. കാരണം വെച്ചാൽ ഇതൊന്നും നമ്മൾ കാണുന്നിടത്തൊന്നും അല്ലെന്ന്, ഇതൊക്കെ എവിടെയോ കിടക്കുന്നത്. നമ്മളൊക്കെ അതൊക്കെ തേടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയോ കിടക്കുന്നത്, അതിൻ്റെയൊക്കെ ഏതോ ഒരു മൂല കിടക്കുന്നവനാണ് ഞാനൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, യഥാർത്ഥ ആത്മീയതയിലേക്കൊക്കെ എത്തുന്നത്.